ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ട്രിക്കുകളിലെ അത്തരം ട്രിക്കുകൾക്ക് കുറച്ചും കൂടി ആധികാരികത അല്ലെങ്കിൽ കുറച്ചും കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ചാർട്ട്, ഒന്നല്ല രണ്ട് ചാർട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ഇന്ന് പറയുന്നത്. അതായത് നിഫ്റ്റി എന്ന് പറയുന്ന ഒരു ചാർട്ട്, നിഫ്റ്റിയുടെ ചാർട്ടും കൂടി നമ്മൾ അത്തരം ചാർട്ടുകൾ നോക്കുമ്പോൾ പരിഗണിക്കേണ്ട ഒരു ചാർട്ട് കൂടിയാണ്. ഈ നിഫ്റ്റിയിലും നമ്മൾ പറയാറുള്ള പോലെ നോക്കുക. അതുകൊണ്ടോ ഇവിടെ, അതായത് ഇത് 20-ാം തീയതിയുള്ള ചാർട്ടാണ്. ഓക്കെ, 20-ാം തീയതിയുള്ള ചാർട്ടിനകത്ത് തുടക്കത്തിൽ സംഭവിച്ചേക്കുന്ന ഇവിടെ നല്ലൊരു കയറ്റമാണ്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ എല്ലാം നല്ല ഗ്രീൻ ക്യാൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലെങ്തിൻ്റെ നേരെ പകുതിയിലേക്ക് ഈ ചാർട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാക്കി ഏത് കമ്പനികളുടെ ചാർട്ട് നോക്കുമ്പോഴും അവിടെ ഈ ഒരു പ്രതിഭാസം, മീൻസ് 20-ാം തീയതി രാവിലെ കുറേ ക്യാൻഡിലുകൾ ഗ്രീനായിട്ട് കാണിക്കുന്നു എങ്കിൽ അതേ രീതി തന്നെയാണ് നിഫ്റ്റിയിൽ നടക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് കുറച്ചും കൂടി ഉറപ്പാണ് എങ്കിൽ അത് തിരിച്ച് താഴേക്ക് നിഫ്റ്റിയിൽ ഈ സംഭവം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ അതേ ചാർട്ടിൽ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. 100% ആക്യുറേറ്റ് എന്നല്ല ഞാൻ പറയുന്നത്, സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഞാൻ അന്ന് പറഞ്ഞില്ലേ, 20-ാം തീയതി ഞാൻ യെസ് ബാങ്കിൽ ഞാനത് ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 20-ാം തീയതി ഏകദേശം ആ ഒരു റേഞ്ച് ആയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു സമയമായിരുന്നു എന്ന് തോന്നുന്നു, നല്ലൊരു കയറ്റം വരികയും പെട്ടെന്ന് തന്നെ ഒരു ഇറക്കം ഇവിടെ നടന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച പോയിന്റിലേക്ക് തിരിച്ചത് ഇറങ്ങി വന്നിരുന്നു. അത് അപ്പോഴാണ് ഞാൻ നിഫ്റ്റിയുടെ അത് ചുമ്മാ എടുത്ത് വെച്ച് നോക്കിയാണ് ഈ ചാർട്ട്. അപ്പോൾ നിഫ്റ്റിയുടെ ആ ചാർട്ടിൽ റെഡ് ക്യാൻഡിൽ വന്നപ്പോഴത്തേക്കും അവിടെ യെസ് ബാങ്കിൽ ആ സമയത്ത് നടന്ന ആ ഒരു ഇറക്കം അതിനെ സാധൂകരിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യെസ് ബാങ്ക് ആയിക്കോട്ടെ, നമ്മൾ ഫോളോ ചെയ്യുന്ന യെസ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ് രണ്ട് ചാർട്ട് വെച്ചിട്ടാണ് ഈ ഒരു ട്രിക്ക് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യെസ് ബാങ്കിലായാലും ടാറ്റ മോട്ടോഴ്സിലായാലും നമ്മൾ അങ്ങനെ ഒരു നമ്മുടെ ഒരു എന്താണ് നമ്മൾ നോക്കുന്ന ഫോളോ ചെയ്യുന്ന ആ രീതിയിൽ നല്ലൊരു കയറ്റമുണ്ടെങ്കിൽ അവിടെ ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നല്ലൊരു ഇറക്കമുള്ളപ്പോൾ അവിടെ ചെറിയൊരു കയറ്റമുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ സമയങ്ങളിൽ ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്ന സമയങ്ങളിൽ ഈ നിഫ്റ്റിയുടെയും ചാർട്ടിനകത്ത് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഈ പറയുന്ന നല്ലൊരു കയറ്റം നടക്കുന്നു എന്ന് കാണുമ്പോൾ നിഫ്റ്റിയിലും നല്ല കയറ്റമാണോ എന്ന് നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയിൽ എപ്പോഴാണോ ഇറങ്ങുന്നത് ആ സമയത്ത് നമ്മുടെ ചാർട്ടിനകത്തും എന്ത് ചെയ്യും, ആ ഇറക്കം പ്രതിഫലിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ്. അപ്പം നമ്മൾ നോക്കേണ്ടത് യെസ് ബാങ്ക് നോക്കുമ്പോഴും ടാറ്റ മോട്ടോഴ്സ് നോക്കുമ്പോഴും ഇനി തൊട്ട് എന്ത് നോക്കണം, നിഫ്റ്റിയും കൂടി പരിഗണിക്കേണ്ടത് ഒരു നല്ല കാര്യമാണ്. കാരണം അത് കുറച്ചും കൂടെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ആ ഒരു കാര്യം. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇവിടെ നല്ലൊരു ഇറക്കം കാണുന്നുണ്ട് അല്ലേ? ഇവിടെ എല്ലാം റെഡ് ക്യാൻഡിലായിരുന്നു, നല്ലൊരു ഇറക്കമായിരുന്നു. അപ്പം നമ്മൾ ആ ലെങ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ നേരെ പകുതിയിലേക്ക് ഇത് തിരിച്ച് കയറി വരാം. പുറകിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഏരിയ തന്നെ, ആ ഒരു പകുതിയുടെ ഏരിയ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് മുമ്പായിട്ട് വേറെ റെസിസ്റ്റൻസ് ഒന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കയറി വരുമ്പോൾ നേരെ ഈ ഭാഗത്ത് തന്നെ മുട്ടും. അത് മുട്ടിയിട്ടുമുണ്ട്, അത് മുട്ടിക്കഴിഞ്ഞിട്ട് അത് മുകളിലേക്ക് പോയിട്ടുമുണ്ട്. അപ്പോൾ ആ പോയ ഭാഗം നോക്കുവാണെങ്കിൽ അവിടെയും ഒരു 3 ക്യാൻഡിൽസ് അല്ലേ, ഗ്രീൻ ക്യാൻഡിൽസ് തന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഭാഗം സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ പകുതിയിലേക്ക് അല്ലേ, ഈ ഒരു ഭാഗത്തേക്കെങ്കിലും, ഇവിടെയാണ് പിന്നൊരു സപ്പോർട്ട് ലെവൽ കാണിക്കുന്നത്, ആ ഒരു ഭാഗത്തേക്കെങ്കിലും ഈ ചാർട്ട് വരും. അത് വന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ നേരെ പകുതിയിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അത് താഴേക്ക് പോയി, വീണ്ടും അത് മുകളിലേക്ക് കയറുന്നു. ഓക്കെ, അപ്പോൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇനി നോക്കുക, 21-ാം തീയതി അവസാനം ഇത് മുകളിലേക്കുള്ള ഒരു ട്രെൻഡാണ് കാണിച്ചേക്കുന്നത്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 22-ലും ഇത് മുകളിലേക്കുള്ള ട്രെൻഡ് കീപ്പ് ചെയ്യുക. മീൻസ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റ് ചാർട്ടുകളിൽ, അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ആയിക്കോട്ടെ യെസ് ബാങ്കിൻ്റെ ആയിക്കോട്ടെ, അവിടെയും ഒരു മുകളിലേക്കുള്ളൊരു ട്രെൻഡ്, ഒരു ബ്രേക്ക് ഔട്ടൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്.
ഓക്കെ, ഇത് നടന്നതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മുകളിലേക്കാണ് നടന്നേക്കുന്നത്. അപ്പോൾ മറ്റുള്ള ചാർട്ടുകളിലും മുകളിലേക്ക് നിൽക്കാനുള്ള മീൻസ് അവസാനത്തെ ക്യാൻഡിൽസൊക്കെ മുകളിലേക്ക് നിൽക്കുന്ന ചാർട്ടുകളിൽ നമ്മുടെ യെസ് ബാങ്കിലും ടാറ്റ മോട്ടോഴ്സിലും ഒക്കെ മുകളിലേക്കൊരു ട്രെൻഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയും മുകളിലേക്കൊരു ട്രെൻഡ് പോകാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ അത് 22-ാം തീയതിയുള്ള ചാർട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അന്ന് ചാർട്ട് രൂപപ്പെട്ടതിന് ശേഷം നോക്കാം. എന്തായാലും ഇവിടെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ നല്ലൊരു കയറ്റമല്ലേ, ഇവിടെയും ഗ്രീൻ ക്യാൻഡിൽസ് ആണ് മൊത്തം കയറിയേക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇനി ഈ ഗ്രീൻ ക്യാൻഡിൽ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞിട്ട് ആ ഏരിയയിൽ നിന്ന് അതിൻ്റെ പകുതിയിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് നമ്മൾ പ്രതീക്ഷിക്കുക. ഓക്കെ, അഥവാ വന്നാൽ ഓക്കെ, അത് പൂർണ്ണമായിട്ടും ആ ഗ്രീൻ ക്യാൻഡിൽസ് എവിടം വരെ പോകുമെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പകുതി എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് പറയാനൊക്കെ ഇത്രയും നീളമുണ്ട്, അപ്പോൾ അതിൻ്റെ നേരെ പകുതിയിലേക്ക് ഇത് വരും. അങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ, വന്ന് മുട്ടിയിട്ടാണ് തിരിച്ചു പോയേക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഗ്രീൻ ക്യാൻഡിൽസ് ഇനി എവിടം വരെ പോകുമെന്ന് നോക്കണം. അടുത്തത് ഗ്രീൻ ക്യാൻഡിലാണോ, അത് കുറച്ചും കൂടെ മുകളിലേക്ക് കയറുമോ എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അത് അവിടം വെച്ചിട്ട് വരച്ചിട്ട് ആ ലെങ്ത് എടുത്ത് പകുതി പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കാരണം ഇത് അവസാനിച്ചതും ഗ്രീൻ ക്യാൻഡിലാണ് അവസാനിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല, അത് ശ്രദ്ധിച്ചോളുക. ഇനി വേറൊരു കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഒരു കൺസോളിഡേഷൻ നടക്കുന്നു അല്ലേ. ഇതിപ്പം വരച്ചത് ഇച്ചിരി ഒന്ന് താന്നു പോകുന്നുണ്ടേ. അപ്പോൾ ഇവിടെ ഒരു കൺസോളിഡേഷൻ നടക്കുന്നു, കയറുന്നു താഴോട്ട് വരുന്നു, കയറുന്നു താഴോട്ട് വരുന്നു, കയറുന്നു താഴോട്ട് വരുന്നു, കയറുന്നു താഴോട്ട് വരാമെന്ന് ഇനി ഇവിടെ വെച്ച് എന്ത് സംഭവിച്ചു, ബ്രേക്ക് ഔട്ട് നടക്കുവാണ് അല്ലേ. ഏതാണ്ട് ഈ ഒരു ഏരിയയിൽ ബ്രേക്ക് ഔട്ട് നടക്കുവാണ്. ഇങ്ങനെ ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ ഓർക്കുക, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു വന്ന് വീണ്ടും ഈ ലൈനിനെ സപ്പോർട്ടാക്കി വെച്ചിട്ട് മുകളിലേക്ക് കയറും എന്നുള്ള രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ എന്നറിഞ്ഞൂടാ. അതായത് ഇങ്ങനെ മുകളിലോട്ട് കയറുന്നു താഴോട്ട് വരുന്നു, മുകളിലോട്ട് കയറുന്നു താഴോട്ട് വരുന്നു, മുകളിലോട്ട് കയറുന്നു താഴോട്ട് വരുന്നു, മുകളിലോട്ട് കയറുന്നു. ഓക്കെ, ഇങ്ങനെ പോകുന്ന ഒരു ചാർട്ടിൽ, ഒരു കൺസോളിഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സൈഡ് വേസിൽ പോകുന്ന ഒരു ചാർട്ടിൽ പെട്ടെന്നൊരു മുകളിലേക്കൊരു ബ്രേക്ക് ഔട്ട് വന്നാൽ അത് തിരിച്ചെന്ത് ചെയ്യും, വീണ്ടും വന്നൊന്ന് ഈ റെസിസ്റ്റൻസ് ലൈൻ, നേരത്തെ റെസിസ്റ്റൻസ് ആയിട്ടിരുന്ന ലൈനിനെ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് ഒത്തിരി മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ നടന്നത്. DTO ഇവിടുന്ന് എന്ത് ചെയ്തു, ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് മുകളിലേക്ക് കയറിയിട്ട് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ടാണ് നല്ല രീതിയിൽ മുകളിലേക്ക് പോയേക്കുന്നത്. അതേപോലെ നേരെ തിരിച്ച് താഴേക്കും സംഭവിക്കാം. എന്താണ് താഴേക്ക് സംഭവിക്കാൻ ചാൻസ്, താഴേക്ക് ഇതേപോലെ താഴേക്കാണ് ബ്രേക്ക് ഔട്ട് നടക്കുന്നതെങ്കിൽ ഇവിടെ വന്ന് റെസിസ്റ്റ് ചെയ്ത് വീണ്ടും താഴേക്ക് പോയേക്കാം. ആ ഒരു രീതി നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചോണം. അപ്പം ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ടോ അതെപ്പോഴും സംഭവിക്കുമോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് മുകളിലേക്ക് തന്നെ പോകും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇങ്ങനെയുള്ള ബ്രേക്ക് ഔട്ട് രീതികളിലൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഈ വീഡിയോയിലെ പ്രധാന ഉദ്ദേശം നിഫ്റ്റിയാണ് കേട്ടോ. നമ്മുടെ മറ്റുള്ള ചാർട്ടുകളെ നമ്മുടെ സ്ട്രാറ്റജി നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിലും പിന്നെ ഒരു ചാർട്ടും കൂടെ ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നിഫ്റ്റിയിലും നോക്കണം. സെയിം സംഭവം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കയറ്റത്തിൽ, നമ്മൾ ഏതെങ്കിലും ഒരു ചാർട്ടിൽ നല്ലൊരു കയറ്റത്തിലിരിക്കുന്ന സമയത്ത് അത് പകുതിയിലേക്ക് ഇറങ്ങുമെന്നുള്ളത് നമുക്കറിയാലോ. അപ്പം നേരെ പോയി നിഫ്റ്റിയിൽ നോക്കുക, അവിടെ എന്തെങ്കിലും ഒരു ഇറങ്ങാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാം ഈ ചാർട്ടും ഇറങ്ങി വരും. പിടികിട്ടിയല്ലോ.